ഗൾഫ് നാടുകളിൽ ഈ 36 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രതിസന്ധി കാരണം ജനജീവിതം ദുസ്സഹമാകുന്നു, വിലക്കയറ്റമാണ് എന്നതാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്. പല കുടുംബങ്ങളും ഒരുമിക്കുമ്പോൾ ആദ്യം പറയുന്നത് വിലക്കയറ്റത്തെക്കുറിച്ചാണ്. എന്നാൽ UAE ഉൾപ്പെടെ വിലക്കയറ്റം അത്ര വലിയ പ്രശ്നമല്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസം നമ്മളൊരു വീഡിയോ വൈറലായത് കണ്ടു. അലൈനിൽ UAE സാമ്പത്തിക ടൂറിസം മന്ത്രി പരിശോധനയ്ക്കെത്തിയപ്പോൾ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ UAE ഉടനീളം തുടരുകയാണ്. ഒരു കാരണവശാലും വില വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് UAE ഗവൺമെൻറ് തുടക്കം തൊട്ട് പറയുന്നുണ്ട്. എന്നാലും ചില ആളുകൾ വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ UAE ടൂറിസം സാമ്പത്തിക മന്ത്രി ഇന്ന് അലൈനിൽ ഒരു പരിശോധന നടത്തി. ليش الطماط 8 درهم؟ മലയാളികളുടെ ബ്രാൻഡ് അംബാസിഡറാണ് MA യൂസഫ് അലി. ഏത് പ്രതിസന്ധിയിലും മലയാളികൾക്കൊപ്പം നിൽക്കുന്ന മനുഷ്യനാണ്. ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ MA യൂസഫ് അലിയുടെ ആദ്യത്തെ വാർത്താ സമ്മേളനം ഓർമ്മയുണ്ട്. അതിൽ പറഞ്ഞൊരു വാക്ക് UAE ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും വിലക്കയറ്റം ഉണ്ടാകില്ല എന്ന്. വാസ്തവം എന്താണ്? ഇന്നിപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ വീഡിയോയിൽ പറയുന്നത് അങ്ങനെയാണ്. ആ വീഡിയോയുടെ താഴെ പല ആളുകളും കമൻറ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ലുലുവിലേക്ക് വന്ന് നോക്കൂ എന്നാണ്. ഞങ്ങളും ഒന്ന് അന്വേഷിച്ചു. ലുലുവിൽ തക്കാളിക്ക് വില 5 ദിർഹത്തിൽ താഴെയാണ്. ഇന്ത്യൻ സവാളയ്ക്ക് പലയിടങ്ങളിലും 10 ദിർഹത്തിന് മുകളിൽ ഈടാക്കുമ്പോൾ ഇന്ന് ലുലുവിലെ വില നോക്കുകയാണെങ്കിൽ 2 ദിർഹം 95 ഫെൽസ്. കോക്കനട്ടിന് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ വാങ്ങിച്ചപ്പോൾ 6 ദിർഹം ഈടാക്കിയ കടകളുണ്ട്. എന്നാൽ ഇന്ന് ലുലുവിൽ അന്വേഷിച്ചപ്പോൾ അവിടെ 3 ദിർഹം 25 ഫിൽസാണ്. ഇതാണ് വാസ്തവത്തിൽ ലുലുവിൻ്റെ വില നിലവാരം. എന്തായാലും വിലക്കയറ്റം പാടില്ല എന്ന് ആവർത്തിച്ച് UAE ഭരണകൂടം ഇവിടുത്തെ എല്ലാ കച്ചവടക്കാരോടും അഭ്യർത്ഥിക്കുകയാണ്. കാരണം ജനങ്ങളെ സംരക്ഷിക്കുന്നവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്നറിയാം. ഒരു പ്രയാസവുമില്ലാതെ ഈ സമയവും കടന്നു പോകും എന്ന് ആവർത്തിച്ചു പറയുന്ന ഭരണകൂടത്തിന് കീഴിൽ നിൽക്കുമ്പോൾ വിലക്കയറ്റം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ലുലു പോലുള്ള സ്ഥാപനങ്ങളിലാണ്. ആ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുകയും ചെയ്യുന്നത്. പലരും ലുലുവിൽ സാധനം വാങ്ങിച്ചവർ തന്നെ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്. ഇവിടെ കൂടുതലായിട്ടൊന്നും കാണുന്നില്ല. അബുദാബി വെജിറ്റബിൾസിലെല്ലാം റേറ്റ് കൂടിയിട്ടൊന്നുമില്ല. ഞാനിവിടെ സ്ഥിരം വരുന്ന ആളാണ്. ഇവിടെ എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴും സാധനങ്ങൾ എടുക്കണതിന് പൈസ കൂടലോ അങ്ങനെ മറ്റുള്ളതൊന്നുമില്ല. പിന്നെ ചില സാധനങ്ങൾക്ക് ലുലുവിൽ ഒത്തിരി കുറവാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. ഈ വീഡിയോ മറ്റു കച്ചവടക്കാർക്കും ഒരു മാതൃകയായി മാറട്ടെ എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്.